അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ മക്കയിൽ വന്നിട്ട് 2-3 ദിവസങ്ങൾ കഴിഞ്ഞു, 2 ഉംറകൾ നിർവഹിച്ചു. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസാണ്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കേണ്ടതുണ്ട്. ഓരോരോ കാര്യങ്ങൾ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിശുദ്ധമായിട്ടുള്ള ഹറമിൻ്റെ മുന്നിലാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഹറമ്. അതിനകത്താണ് നമ്മളുടെ പരിശുദ്ധമായ കഅബ സ്ഥിതി ചെയ്യുന്നത്. അത് തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹറമിലേക്ക് വരുന്നത്. ഈ കാണുന്ന ഗേറ്റാണ് ഗേറ്റ് നമ്പർ 1. കിങ് അബ്ദുൽ അസീസ് ഗേറ്റ് എന്നാണ്, രാജാക്കന്മാരുടെ പേരിലാണ് ഗേറ്റുകൾ അറിയപ്പെടുക. അപ്പോൾ നിങ്ങൾ ക്ലോക്ക് ടവറിൻ്റെ നേരെ മുൻപിൽ വരികയാണെങ്കിൽ, ക്ലോക്ക് ടവർ എന്ന് പറയുന്നത് മക്കയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ്. അതിൻ്റെ നേരെ മുന്നിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കിങ് ഫഹദ് ഗേറ്റിലേക്ക് കയറാൻ സാധിക്കും. ഇവിടെ ഒരുപാട് ബാത്റൂമുകൾ WC എന്ന് എഴുതിയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാട്ടർ ക്ലോസറ്റ് എന്നാണ് WCയുടെ അർത്ഥം, വാഷ്റൂം എന്നാണ് പൊതുവെ പറയുക. ഈ ബാത്റൂമിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. WC നമ്പർ 3 ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ബാത്റൂം. സോ അതിനടുത്ത് നിങ്ങൾ എത്തിച്ചേരുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്പോട്ടിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഈ ഗേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരിട്ട് നമുക്ക് കഅബയെ കാണാനുള്ള ഭാഗ്യമുള്ള ഗേറ്റ് കൂടെയാണത്. അപ്പോൾ ഈ ഗേറ്റിലൂടെ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ കിങ് അബ്ദുൽ അസീസ് ഗേറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടക്കുക. ആ സമയമൊക്കെ എത്തുന്ന സമയത്ത് നമ്മളുടെ കൽബ് ഇങ്ങനെ പിടയ്ക്കാൻ തുടങ്ങും. നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരേ ഒരു നീയത്ത് ഈ വിശുദ്ധമായിട്ടുള്ള കഅബാലയം കണ്ട് നമ്മളുടെ പ്രാർത്ഥനകൾ ചൊല്ലി ഇതിനെ ത്വവാഫ് ചെയ്ത് ഉംറ ചെയ്യുക എന്നുള്ള നീയത്തോടു കൂടിയാണ് നമ്മൾ വരുന്നത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ആ വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മളുടെ ചെരുപ്പുകൾ ഊരിയിട്ട് കയ്യിലുള്ളൊരു കവറിലേക്ക് ഇടുന്നത് പള്ളിയോടുള്ള ബഹുമാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മളുടെ കയ്യിലുള്ള ചെരുപ്പുകൾ ഊരിയിട്ട് കയ്യിലുള്ള കവറിലേക്ക് മാറ്റുക. ഒരു ഹാൻഡ് ബാഗ് പോലത്തെ കവറാണ്, നമുക്ക് പുറത്തിട്ട് നടക്കാൻ പറ്റും. നിസ്കരിക്കുന്ന സമയത്തൊന്നും ചെരുപ്പ് നമ്മുടെ ഒരു വിഷയമായിട്ട് മാറില്ല. അപ്പോൾ ആ ചെരുപ്പ് നമ്മൾ മാറ്റി നഗ്നപാതരായിട്ട് ബെയർ ഫൂട്ടായിട്ട് ചെരുപ്പിടാതെ നമ്മൾ നേരെ മുന്നോട്ട് നടക്കുക. നമ്മളിപ്പം നേരെ കയറി വരുന്നത് മസ്ജിദുൽ ഹറാമിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് കഅബ സ്ഥിതി ചെയ്യുന്നതും കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന ഭാഗം സ്ഥിതി ചെയ്യുന്നതും. വെളുത്ത മാർബിളിലൂടെയാണ് നമ്മൾ തവാഫ് ചെയ്യുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എസ്കലേറ്റർ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് എസ്കലേറ്റർ ഇറങ്ങി താഴോട്ടാണ് വരേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ കണ്ണുകൾ നിർബന്ധമായിട്ടും താഴോട്ട് താഴ്ത്തി വെക്കുക, ഫ്ലോറിലേക്ക് മാത്രം നോക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നിങ്ങൾ കഅബയെ കാണുന്ന സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു എന്തായാലും സ്വീകരിക്കുന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് കണ്ണുകൾ താഴോട്ട് ഫ്ലോറിലോട്ട് നോക്കി മാത്രം മുന്നോട്ട് നടക്കുക. ത്വവാഫിൻ്റെ സ്ഥലത്തെത്തി എന്ന് തോന്നുകയാണെങ്കിൽ, അതായത് മത്താഫ് എന്നാണ് ത്വവാഫ് ചെയ്യുന്ന ആ ഒരു വെളുത്ത മാർബിൾ ഭാഗത്തിന് പറയുക, ആ ഭാഗത്തെത്തി എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരികയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ മുകളിലോട്ട് ഉയർത്തുക, കഅബയെ കാണുക, അള്ളാഹുവോട് ദുആ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്തുദ്ദേശത്തിലാണോ ഉംറ ചെയ്യാൻ വന്നത് ആ ദുആ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ നിർവഹിക്കണം. ആ സമയത്ത് അള്ളാഹു നിങ്ങളുടെ ദുആയ്ക്ക് തീർച്ചയായിട്ടും ഉത്തരം നൽകും എന്നുള്ളതാണ്. അതിനുശേഷം നമ്മളുടെ ത്വവാഫ് ആരംഭിക്കുകയാണ്. ത്വവാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഅബക്ക് ചുറ്റും 7 തവണയാണ് നമ്മൾ ത്വവാഫ് ചെയ്യേണ്ടത്. ത്വവാഫ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്, ത്വവാഫിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതൊരു പച്ച ലൈറ്റ് വെച്ചിട്ട് അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തെത്തുന്ന സമയത്താണ് നമ്മുടെ ത്വവാഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ത്വവാഫിൻ്റെ നിയ്യത്തിനെ നമ്മൾ മനസ്സിൽ കരുതുക. അതിനുശേഷം കഅബക്ക് ചുറ്റും നമ്മളുടെ ലെഫ്റ്റ് സൈഡ് കഅബയിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ത്വവാഫ് ചെയ്യാം. ത്വവാഫ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തണം. നമ്മുടെ വലത് കൈ ഇതേ രീതിയിൽ പുറത്തോട്ട് കാണുന്ന രീതിയിൽ വലത് കക്ഷത്തിനിടയിലൂടെ ഇടത് ഷോൾഡറിലേക്ക് വരുന്ന രീതിയിലാണ് ത്വവാഫിൻ്റെ വസ്ത്രം പുരുഷന്മാർ ധരിക്കേണ്ടത്. സ്ത്രീകൾ അവരുടെ മുഖവും മുൻകൈയും കാണുന്ന രീതിയിലുള്ള നോർമൽ പർദ്ദയോ അവരെന്താണ് ഇട്ടിരിക്കുന്ന ആ ഒരു വസ്ത്രം തന്നെ ധരിച്ചാൽ മതിയാവുന്നതാണ്. ത്വവാഫ് തുടങ്ങേണ്ടത് പരിശുദ്ധമായിട്ടുള്ള ഹജറുൽ അസ്വദിൻ്റെ സ്ഥലത്ത് നിന്നാണ്. ആ ഭാഗത്തെത്തുന്ന സമയത്ത് നമുക്കൊരു പച്ച വെളിച്ചം നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കഅബയുടെ വാതിലുള്ള ഭാഗത്താണ് ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്തെത്തുന്ന സമയത്ത് എല്ലാവരും കൈ ഉയർത്തുന്നത് കാണാം. ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ വലത് കൈ ഹജറുൽ അസ്വദിലേക്ക് ഉയർത്തുകയും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് 3 തവണ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഹജറുൽ അസ്വദിനെ അഭിവാദ്യം ചെയ്യുകയും വേണം. ഇവിടെ വെച്ചാണ് നിങ്ങൾ നിങ്ങളുടെ തവാഫിൻ്റെ നിയ്യത്ത് വെക്കേണ്ടത്.
സോ മനസ്സിൽ ഉംറയ്ക്ക് വേണ്ടിയുള്ള തവാഫിനെ ഞാൻ കരുതി എന്നുള്ള നിയ്യത്ത് വെച്ചുകൊണ്ട് ഇടത് ഭാഗത്ത് കാബ വരുന്ന രീതിയിൽ, നമ്മളുടെ വലത് ഭാഗം ഇതേ രീതിയിൽ ഓപ്പണായി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ തവാഫുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. തവാഫ് ചെയ്യുന്ന സമയത്ത് റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസനതം വഖിന അദാബന്നാർ എന്ന് പറയുന്ന ദിക്ർ അധികരിപ്പിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ദുആയും നിങ്ങൾക്ക് ആ തവാഫിൻ്റെ സമയത്ത് ചെയ്യാൻ സാധിക്കും. വെളുത്ത മാർബിളിലൂടെ ആ ഒരു കറുത്ത കില്ലയുള്ള കാബയ്ക്ക് ചുറ്റും നമ്മൾ 7 തവണ തവാഫ് ചെയ്യേണ്ടതുണ്ട്. ഓരോ തവണയും നമ്മൾ ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തെത്തുന്ന സമയത്ത് കൈകൾ ഉയർത്തിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയണം. നിങ്ങൾക്ക് ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തേക്ക് മുത്താനും തൊടാനും ഒക്കെ ആഗ്രഹം ഉണ്ടാവും. അത് തവാഫ് കഴിഞ്ഞിട്ട് തൊടുന്നതായിരിക്കും നല്ലത്. ആ സമയത്ത് നിങ്ങൾ തവാഫിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുക. നല്ല തിരക്കായിരിക്കും. നിങ്ങളുടെ കൂടെ ഉമ്മയോ ഉപ്പയോ ഭാര്യയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ തള്ളു വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തെത്തുന്ന സമയത്ത് ആളുകൾ സഈ ചെയ്യാൻ വേണ്ടിയിട്ട് സഫാ മർവയിലേക്ക് പോകും. ചില ആളുകൾ ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തേക്ക് പോകും, ചിലർ നേരെ തവാഫിലേക്ക് പോകും. അങ്ങനെ അവിടെ ഒരു ട്രാഫിക് ജാം പോലെ ഒരു കുന്തും തിരക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവിടെ നല്ല ശക്തമായിട്ട് നിലയുറപ്പിച്ചുകൊണ്ട് വളരെ പതുക്കെ തന്നെ നിങ്ങൾ തവാഫ് പൂർത്തിയാക്കി എടുക്കുക. 7 തവണയാണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത്. 7 തവണ തവാഫ് പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് പോയിട്ട് ഹജറുൽ അസ്വദിനെ ഒന്ന് തൊടാനോ ഒന്ന് ചുംബിക്കാനോ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. വലിയ ആളുകൾ, നമ്മളെക്കാളൊക്കെ നല്ല സൈസും ഉയരവും വെയിറ്റൊക്കെ ഉള്ള ആളുകൾ അവിടെ ഇങ്ങനെ പൊതിഞ്ഞു കൂടി നിൽക്കുന്നുണ്ടാവും. ഇന്ത്യക്കാരായിട്ടുള്ള വളരെ സാധുക്കളായിട്ടുള്ള ചെറിയ ആളുകളായിട്ടുള്ള നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മളെ തള്ളി മാറ്റാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. സോ ആരോഗ്യം കുറവുള്ള ആളുകൾ കഅബയെ കൈയുയർത്തിയിട്ട് കൈമുകൾ മുത്താനാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ആരോഗ്യവും ആ ഒരു എനർജിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് പോവുകയും ചെയ്യാം. തവാഫ് നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കാമു ഇബ്രാഹിം എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു അത്ഭുത വിളക്ക് പോലെയുള്ള സ്വർണത്തിൻ്റെ പളുങ്ക് പാത്രത്തിലാണ്, എന്നുവെച്ചാൽ സ്വർണത്തിൻ്റെ ആഭരണവും അകത്തൊരു പളുങ്ക് പാത്രവുമുള്ള മക്കാമു ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരണം. അവിടെ നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ തവാഫിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഇത്രയും ആളുകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങനെ സുന്നത്ത് നിസ്കരിക്കുക എന്ന് വെച്ചാൽ, അതിൻ്റെ സമീപത്ത് കുറച്ചുകൂടെ പുറകിലോട്ട് പോയാൽ നമുക്ക് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സ്ഥലം അവിടെ പോലീസുകാർ ഒരുക്കിയിട്ടുണ്ട്. അതിനകത്ത് കയറുക. ശ്രദ്ധിക്കുക, പുരുഷന്മാർക്ക് വേറെ സ്ഥലമാണ്, സ്ത്രീകൾക്ക് വേറെ സ്ഥലമാണ്. അപ്പം നിങ്ങളുടെ ഭാര്യയാണ് കൂടുതലുള്ളതെങ്കിൽ വളരെ അടുത്ത് കിട്ടുന്ന രീതിയിൽ വേണം പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സ്ഥലം നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ പുരുഷന്മാരാണെങ്കിൽ ഇവിടെ സ്ത്രീകൾ കിട്ടുന്ന രീതിയിൽ 2 ബാരിക്കേഡുകൾ ഉണ്ടാവും. നിങ്ങൾ ആ ബാരിക്കേഡുകൾ നോക്കിയിട്ട് അതിനകത്ത് കയറി നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം തവാഫിന് വേണ്ടിയിട്ട് നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾ പോകേണ്ടത് സഈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സഫാ മറവകൾക്കിടയിൽ സഈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സഈ ചെയ്യുന്നതിൻ്റെ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഒരുപാട് സംസം വെള്ളത്തിൻ്റെ ആ ഒരു യൂണിറ്റുകൾ കാണാൻ സാധിക്കും. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ സാധിക്കും. തണുത്ത ജലമുണ്ട്, അതേപോലെ നോട്ട് കോൾഡ്, തണുപ്പില്ലാത്ത സാധാരണ നോർമൽ സംസം ജലമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കുടിക്കാം. നിങ്ങൾ വയറ് നിറയുവോളം നിങ്ങൾക്ക് സംസം വെള്ളം കുടിക്കാൻ സാധിക്കും. സംസം വെള്ളം കുടിച്ചതിന് ശേഷം കുപ്പിയിലൊന്നും എടുക്കാൻ പറ്റില്ല, അവിടെ ഒരു ഗ്ലാസ് ഉണ്ടാവും. ആ ഗ്ലാസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ സംസം കുടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നിന്നും ഇരുന്നും ഒക്കെ കുടിക്കാൻ സാധിക്കും. സാധാരണ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് തന്നെ കുടിക്കണ്ടേ, സംസം നിങ്ങൾക്ക് നിന്നും ഇരുന്നും കുടിക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ സഫാ മറവയുടെ ഭാഗത്തേക്ക് ചെല്ലുക. ടു സഫ എന്ന് പറഞ്ഞ് അവിടെ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടു സഈ ഏരിയ എന്ന് പറഞ്ഞിട്ട് ബോർഡുകൾ കാണാൻ സാധിക്കും. നമ്മളുടെ സഈ സ്റ്റാർട്ട് ചെയ്യുന്നത് സഫ മലയുടെ ഭാഗത്ത് നിന്നാണ്. ഇപ്പോൾ അവിടെ മലയായിട്ട് നമുക്ക് വളരെ ചെറിയ ഒരു പാറക്കെട്ടിൻ്റെ ഭാഗം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പണ്ടത്തെ പോലെ വലിയ മലകളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. പകരം നമുക്ക് വലിയ ബ്രിഡ്ജാണ്. ബ്രിഡ്ജെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള മാർബിൾ ഫ്ലോറിങ് ഇട്ടിരിക്കുന്ന സഫയിൽ നിന്ന് മറവ വരെ ലെങ്തി ആയിട്ടുള്ള ഒരു വാക്ക് നടക്കുന്നൊരു സ്ഥലമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ സഫയിലെത്തിയതിന് ശേഷം നമ്മളുടെ സഈന് വേണ്ടിയിട്ടുള്ള നിയ്യത്ത് വെക്കുക. കിബിലക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ നിയ്യത്ത് വെക്കേണ്ടത്. അവിടെ വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നുകൂടെയാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ സഫയിൽ നിന്നും മറവയിലേക്ക് നടക്കുകയാണ് വേണ്ടത്. നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരുപാട് ആളുകൾ പല രാജ്യത്തു നിന്ന് വന്ന പല വർണ്ണത്തിലുള്ള, പല കളറിലുള്ള, പല ഹെയർ സ്റ്റൈലുള്ള, പല ജീവിത രീതിയിലുള്ള ആളുകൾ നടക്കുന്നത് കാണാം. അതിലൊരാളായിട്ട് നമ്മളും സഫയിൽ നിന്ന് മറവിയിലേക്കുള്ള സഈൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോവാം. അവിടെ ഒരു പച്ച ലൈറ്റ് റൂഫിൽ കാണുന്ന ഒരു ഭാഗം വരും, നീളത്തിലുള്ള പച്ച ലൈറ്റ്. ആ ഭാഗത്തെത്തുന്ന സമയത്ത് ആളുകളൊക്കെ, പ്രത്യേകിച്ചും ആണുങ്ങളൊക്കെ ഓടുന്നത് കാണാം. ഇവിടെ എത്തുന്ന സമയത്ത് പുരുഷന്മാർ അവരുടെ നടത്തത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ഓടുകയോ ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആചാരം.
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഒടുക്കത്തോടെ സാധാരണ രീതിയിൽ തന്നെ നടന്നു പോയാൽ മതി. പുരുഷന്മാർ നടത്തത്തിന് വേഗത കൂട്ടിയിട്ട് വേണം ഈ പച്ച ലൈറ്റ് കത്തുന്ന അത്രയും ഭാഗം നടക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നടന്ന് നിങ്ങൾക്ക് മറുവയിലെത്താൻ സാധിക്കും. മറുവയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പർവ്വതമോ മലയോ കല്ലോ ഒന്നും കാണാൻ സാധിക്കില്ല. അവിടെ നല്ല രീതിയിൽ മാർബിൾ ഫ്ലോറിങ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അവിടുന്ന് നമ്മൾ നേരെ തിരിഞ്ഞ് നമ്മൾ വീണ്ടും സഫയിലേക്ക് അടുത്ത സായി സ്റ്റാർട്ട് ചെയ്യണം. സഫയിൽ നിന്ന് നമ്മൾ മറവയിലെത്തുന്ന സമയത്ത് ഒരു സായിയായി, മറവയിൽ നമ്മൾ തിരിച്ച് സഫയിലെത്തുന്ന സമയത്ത് രണ്ടാമത്തെ സായിയായി. മറവയിലെത്തുന്ന സമയവും നമ്മൾ കിബിലക്ക് നേരെ തിരിഞ്ഞ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ നമ്മുടെ വലത് കൈ ഉയർത്തിക്കൊണ്ട് നമ്മൾ പറയണം. അതിനുശേഷം നമ്മൾ വീണ്ടും സഫയിലേക്ക് നടക്കുകയാണ്. ഈ നടക്കുന്ന വഴികളിൽ സംസമിൻ്റെ ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് സംസം കുടിച്ചതിന് ശേഷം സായി കണ്ടിന്യൂ ചെയ്യാം. ചില ആളുകൾ നമുക്ക് കേക്കുകൾ, ബിസ്ക്കറ്റുകൾ, ഈത്തപ്പഴങ്ങളൊക്കെ വിതരണം ചെയ്യും. അതൊക്കെ നമുക്ക് മേടിച്ച് കഴിക്കാം. നമ്മൾ ദുആ ചെയ്തുകൊണ്ട് നേരെ സഫയിലേക്ക് തിരിച്ചു പോവാം. ഈ തരത്തിൽ വീണ്ടും നമ്മൾ മറവയിലേക്ക് വരിക, വീണ്ടും സഫയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ 7 വട്ടം സഫയിൽ നിന്നും മറവയിലേക്ക് 1 വട്ടം, മറവയിൽ നിന്ന് സഫയിലേക്ക് 2 വട്ടം എന്നുള്ള രീതിയിൽ 7ാമത്തെ വട്ടം നമ്മൾ മറവയിലെത്തിക്കൊണ്ടാണ് നമ്മളുടെ സായി അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം അവിടുന്ന് എക്സിറ്റ് ഗേറ്റ് ഉണ്ട്. എക്സിറ്റിലൂടെ കടങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ വിശുദ്ധമായ ഹറമിന് പുറത്തോട്ട് നമുക്ക് എത്താൻ സാധിക്കും. അതിനുശേഷം പുറത്തൂടെ നമ്മൾ ചുറ്റി വന്നു കഴിഞ്ഞാൽ ഉംറയുടെ 4ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള മുടി കളയലിൻ്റെ ഭാഗത്ത് നമുക്ക് വേണേൽ റൂമിൽ പോയിട്ട് നമ്മുടെ റൂമിൽ നിന്ന് സമാധാനത്തിൽ കത്രിക ഉപയോഗിച്ചിട്ട് മുടി വെട്ടാൻ സാധിക്കും. അതല്ല മുടി പൂർണ്ണമായിട്ട് മൊട്ടയടിക്കുന്ന ആളുകൾക്ക് ഹറമിന് പുറത്ത് തന്നെ ഇതേപോലെ മുടി മൊട്ടയടിക്കാനും മുടി വെട്ടാനൊക്കെ ഉള്ള ഒരു ബാർബർ ഷോപ്പ് സംവിധാനങ്ങളുണ്ട്. അവിടെ നമുക്ക് പേ ചെയ്തുകൊണ്ട് നമുക്ക് അവിടുന്ന് മുടി വെട്ടാനൊക്കെ സാധിക്കും. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ നേരെ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനും സാധിക്കും. 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉംറയ്ക്ക്. അതിൽ ഒന്നാമത്തത് ഇഹ്റാം ധരിക്കലാണ്, രണ്ടാമത്തത് ത്വവാഫാണ്, മൂന്നാമത്തത് സഈയാണ്, 4ാമത്തത് ഈ പറയുന്ന മുടി കളയലാണ്. ഈ 4 കാര്യങ്ങളും നമ്മൾ ഭംഗിയാക്കി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉംറ പൂർത്തിയായി എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉംറ കംപ്ലീറ്റ് ആയി. ഇനി അള്ളാഹു ഈ ഉംറ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ഉംറ പൂർത്തിയായി കഴിഞ്ഞാൽ മക്കയിലും മദീനയിലുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മാത്രം നമുക്ക് കാണാനുള്ള സൗഭാഗ്യം കിട്ടിയേക്കാവുന്ന പലതരത്തിലുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള കാഴ്ചകളായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്.